everyone, welcome to Kids Area Online. Class 4 English ഓണം എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാം ഈസി ആയിരുന്നു എല്ലാവർക്കും? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നടന്ന ക്ലാസ് 4 ഇംഗ്ലീഷ് ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാനായിട്ട് പോകുന്നത്. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. സൂമിലാണ് ക്ലാസ്സസ് നടക്കുന്നത്. ട്യൂഷനിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. മലയാളം റീഡിംഗ് റൈറ്റിംഗ് കോഴ്സും സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മലയാളം എഴുതാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ആ കോഴ്സും സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. Activity 1. Listen and answer. Your teacher will read out a story for you. Listen carefully. Then read the questions given below and answer them. നിങ്ങൾക്ക് ക്ലാസ്സിൽ ടീച്ചർ ഒരു സ്റ്റോറി വായിച്ചു തന്നിട്ടുണ്ടാവും. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉണ്ടാവുക. അതിന് ഉത്തരം എഴുതുക എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു സ്റ്റോറി? One morning, a little squirrel named Chinnu was collecting nuts in the forest. ഒരു പ്രഭാതത്തിൽ ചിന്നു എന്ന ഒരു അണ്ണാൻ കാട്ടിൽ നിന്ന് നട്ട്സ് ശേഖരിക്കുകയായിരുന്നു. As she was running from tree to tree, she saw a baby bird sitting under the bush. അവൾ ഓരോ മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ഓടുന്നതിനിടയിൽ ഒരു ചെറിയ കിളിക്കുഞ്ഞ് ഒരു കുറ്റിച്ചെടിയുടെ അടിയിൽ ഇരിക്കുന്നത് അണ്ണാൻ കണ്ടു. The baby bird had fallen from its nest and looked frightened. ബേബി ബേർഡ് എന്ത് പറ്റി? കിളിക്കുഞ്ഞ് അതിൻ്റെ കൂട്ടിൽ നിന്നും താഴെ വീണു പോയതായിരുന്നു. അത് വളരെ പേടിച്ചതുപോലെ കാണപ്പെട്ടു. Chinnu quickly called her friends. A monkey climbed the tree and found the nest. എന്ത് ചെയ്തു? ചിന്നു ഉടനെ തന്നെ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു. ഒരു കുരങ്ങൻ മരത്തിൽ കയറി കിളിക്കൂട് കണ്ടെത്തി. The squirrel gently carried the baby bird while the monkey carefully placed back in the nest. ആ അണ്ണാൻ എന്ത് ചെയ്തു? കിളിക്കുഞ്ഞിനെ പതുക്കെ എടുത്ത് കുരങ്ങൻ്റെ കയ്യിൽ കൊടുത്തു. കുരങ്ങൻ അത് ശ്രദ്ധയോടെ തിരികെ കൂട്ടിൽ കൊണ്ടുപോയി വെച്ചു. The mother bird thanked them for their kindness. Chinnu and her friends felt happy because they had helped someone in need. തങ്ങളുടെ കുഞ്ഞിനെ സഹായിച്ച എന്ത് ചെയ്തു? ആ അമ്മ പക്ഷി അവരോട് അവരോട് നന്ദി പറഞ്ഞു. ആവശ്യ സമയത്ത് മറ്റൊരാളെ സഹായിക്കാൻ കഴിഞ്ഞാൽ ചിന്നുവിനും കൂട്ടുകാർക്കും വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഇതായിരുന്നു സ്റ്റോറി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. Give a suitable title to the story. ചിന്നു ആൻഡ് ദ ബേബി ബേർഡ്. ഓരോ കുട്ടികളും ഓരോ രീതിയിലായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. What was Chinnu collecting in the forest? ഫോറസ്റ്റിൽ നിന്ന് ചിന്നു എന്ത് കളക്ട് ചെയ്യായിരുന്നു? Nuts. Where did Chinnu find the baby bird? ബേബി ബേർഡ് എവിടെയാണ് കണ്ടത് ചിന്നു? Under the bush. കുറ്റിച്ചെടികളുടെ താഴെയാണ് അല്ലേ? Who climbed the tree to find the nest? നെസ്റ്റ് കണ്ടെത്താൻ ചാടിക്കയറിയത് ആരാ? Monkey. How did Chinnu and her friends feel after helping the baby bird? ബേബി ബേർഡിനെ ഹെൽപ്പ് ചെയ്തതിനു ശേഷം അവർക്ക് എന്ത് തോന്നി? ഹാപ്പി, സന്തോഷം തോന്നി. അപ്പോൾ ഇതായിരുന്നു ആക്ടിവിറ്റി 1 ആൻസർ. ആക്ടിവിറ്റി 2 റീഡ് ആൻഡ് റൈറ്റ് ആണ്. റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. One day a dog found a big piece of bone. He was very happy and carried it in his mouth to eat at home. ഒരു ദിവസം ഒരു ഡോഗിന് ഒരു വലിയ പീസ് ബോൺ കിട്ടി, എല്ല് കിട്ടി. അവൻ വളരെ സന്തോഷത്തോടെ അതും കൊണ്ട് എവിടെ പോയി? കഴിക്കാനായിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി. ഓൺ ദ വേ ഹി ഹാഡ് ടു ക്രോസ് എ സ്ട്രീം. പോകുന്ന വഴിക്ക് ഒരു അരുവി കടന്നു പോകേണ്ടതുണ്ട്. ആസ് ഹി വാക്ക്ഡ് ഓവർ ദ ബ്രിഡ്ജ് ഹി ലുക്ക്ഡ് ഇൻ ടു ദ വാട്ടർ. ആ പാലത്തിൽ കൂടി പോയപ്പോൾ വെള്ളത്തിലേക്ക് നോക്കി. ഹി saw his own shadow in the water. അവൻ്റെ തന്നെ ഷാഡോ വെള്ളത്തിൽ കണ്ടു. But he thought it was another dog with a bigger piece of bone. പക്ഷെ അവൻ കരുതി വേറൊരു ഡോഗ് വലിയൊരു പീസ് ബോണുമായിട്ട് എന്ത് നിൽക്കുകയാണെന്ന് കരുതി. The dog got greedy and wanted that too. അതും കൂടി വേണമെന്ന് അത്യാഗ്രഹം തോന്നി ഈ ഡോഗിന്. He opened his mouth to bark at the other dog. മറ്റേ ഡോഗിനെ നോക്കി കുരയ്ക്കാനായിട്ട് വാ തുറന്നു. But oh no, the bone he was carrying fell into the water and was gone. ആ എല്ലാം എന്ത് ചെയ്തു? വെള്ളത്തിൽ വീണങ്ങ് പോയി. The poor dog went home with nothing. ആ പാവം ഡോഗ് ഒന്നുമില്ലാണ്ട് വീട്ടിൽ പോയി. The dog carried a piece of dog. എന്താ കൊണ്ടുപോയത്? Bone. What did the dog see in the water? എന്താ വെള്ളത്തിൽ കണ്ടത്? ഷാഡോയാണ് കണ്ടത്. ബി, ഓപ്ഷൻ ബി, ഷാഡോ. Where did the dog look at?
എവിടെയാണ് ഡോഗ് നോക്കിയത്? വാട്ടർ, വെള്ളത്തിലേക്കാണ് നോക്കിയത്. ഫൈൻഡ് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് അൺഹാപ്പി. അൺഹാപ്പിയുടെ ഓപ്പോസിറ്റ് ഹാപ്പി. Read the following sentences and choose the correct statement. A dog found a big piece of bone. He opened his eyes to bark at the other dog. He saw his own shadow in the water. The dog walked over the river and looked into the water. ഏതൊക്കെയാണ് ശരി? 1 ശരിയാണ്, 3 ശരിയാണ്. 1ഉം 3. ഓപ്ഷൻ സി ആണ് ശരി. ഓക്കെ. Activity 3. Meet the hero. On the occasion of Sports Day, your school is conducting a chat with the great Indian cricket player Mr. Sanju Samson. Prepare 5 questions to ask him. 5 ക്വസ്റ്റ്യൻ സഞ്ജു സാംസണോട് ചോദിക്കാനായിട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. When did you start playing cricket? എപ്പോഴാണ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത്? Who inspired you to become a cricketer? ക്രിക്കറ്റർ ആവാൻ ആരാണ് ഇൻസ്പയർഡ് ആയത്? What is your most memorable moment in your cricket career? How do you manage your daily fitness and practice? What is your advice to young children who want to become sports stars? അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഉണ്ടാക്കാം. 4A, narrate the incident. Imagine that Dilna's father called Dilna on that night after the incident. How will Sher narrate the things that happened on that day? അപ്പോൾ ആ ഇൻസിഡൻറ്റ് നാരേറ്റ് ചെയ്യാനായിരുന്നു 4A. 4B അല്ലെങ്കിൽ ഇതിൽ എഴുതിയാൽ മതി 4B, ഡയറി. After the arrival of the stranger, a great change occurred in the village. Everyone got everything they needed. They became the rainbow people. Max writes his diary on that day. Help Max to complete his diary. 4A, narrate the incident, അല്ലെങ്കിൽ 4B, diary എഴുതാം. 5ാമത്തെ activity, arrange the events in the correct order. The following events from the story, The Trick of Kichu, are in a jumbled manner. Arrange them properly. ഇതിൽ 1ാമത്തെ സെൻറ്റൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ചിന്നു, എ ലിറ്റിൽ ഗേൾ, കെയിം ടു ഹിസ് ഷോപ്പ് ടു ബൈ സം വെജിറ്റബിൾസ്. 2ാമത്തെ എന്തായിരുന്നു? ഹി നോട്ടീസ്ഡ് ചിന്നു ഹോൾഡിംഗ് സംതിങ്. കിച്ചു ടുക്ക് ദ മിറർ ഫ്രം ഹെർ ആൻഡ് കെയർഫുള്ളി പ്ലേസ്ഡ് ഇറ്റ് ഇൻ എ കോർണർ ഓഫ് ദ ഷോപ്പ്. കുങ്കൻ, ദ വോൾഫ് സ്റ്റാർട്ടഡ് വിസിറ്റിംഗ് ദ ലിറ്റിൽ മാർക്കറ്റ്. ഹേയ് കിച്ചു, ഐ വിൽ ക്രഷ് യു ആൻഡ് ഈറ്റ് യു അപ്പ്. Kichu the rabbit turned and picked up the mirror. Kungan the wolf ran away as fast as he could. He never came back. Okay, അപ്പോൾ ഇതായിരുന്നു ആ സ്റ്റോറിയുടെ ഓർഡർ. Activity 5B, find the words from the puzzle. ഇതിൽ നിന്ന് വേർഡ്സ് കണ്ടെത്തി എഴുതുക. Dilna had a language game in her English class. It was a word grid. She wanted to play. Can you help Dilna? Write down the words that you find. ഇവിടെ സാൻഡ് എന്ന വേർഡ് എഴുതിയിട്ടുണ്ട്. സാൻഡ് എന്ന വേർഡ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ച് എഴുതിയിട്ടുണ്ട്. ഇനി മറ്റു വാക്കുകൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. ഏതൊക്കെ വാക്കുകൾ കണ്ടെത്താൻ പറ്റും? സ്പോട്ട് എന്ന വേർഡ് ഉണ്ട്, അതിവിടെ എഴുതണം. ഓൾ എന്ന വേർഡ് ഉണ്ട്, അതിവിടെ നിന്ന് എഴുതാം. അക്രോസ് എന്ന വേർഡ് എഴുതാം, ക്രോസ് എന്ന വേർഡും എഴുതാം. ഓക്കെ. പോണ്ട് എന്ന വേർഡ് ഇവിടെ എഴുതാം. പീപ്പിൾ എന്ന വേർഡ് ഇവിടെ എഴുതാം. ട്രീ എന്നൊരു വേർഡ് ഉണ്ട്. ജോയ് എന്നൊരു വേർഡ് ഉണ്ട്. സ്പ്രിങ്കിൾ എന്നൊരു വേർഡ് ഉണ്ട്. കൈൻഡ് എന്നൊരു വേർഡ് ഉണ്ട്. ടാബ് എന്നൊരു വേർഡ് ഉണ്ട്. ഹോട്ട് എന്നൊരു വേർഡ് ഉണ്ട്. എവർ എന്നും എഴുതാം, എന്ന് കൂടെ ചേർത്താൽ നെവർ എന്നും എഴുതാം. ഓക്കെ. പിന്നെ എൻജോയ് എന്നൊരു വേർഡ് ഉണ്ട്. അതുപോലെ ഒത്തിരി വാക്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ നിന്ന് കണ്ടെത്താനായിട്ട് കഴിയും. ആ വാക്കുകളെല്ലാം എഴുതുക എന്നുള്ളതായിരുന്നു 5B ആക്ടിവിറ്റി. ഓക്കെ. ഇത് 5A ടീച്ചർ പറഞ്ഞു. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എക്സാം. ഇന്നത്തെ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാം ഇതായിരുന്നു. എല്ലാവരും എക്സാം നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാവും. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും വൈകുന്നേരം ക്ലാസ്സിൽ കാണാം. എല്ലാവരും നാളത്തെ അടുത്ത എക്സാമിനായിട്ട് പ്രിപ്പയർ ആവുക. ഓക്കെ, ബൈ ചിൽഡ്രൻ, താങ്ക് യു.